പിണറായിയുടെ കാലിത്തൊഴുത്തിന്റെ കഥ പറഞ്ഞു പറഞ്ഞ് പഴകിയ കഥയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേ കാലിത്തൊഴുത്ത് കർഷകൻ ഉണ്ടാക്കുമ്പോൾ അത് വളരെ പിച്ചയെടുത്ത് നടത്തേണ്ട ഒന്നാണ് എന്നാണ്. ഒരു കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ എത്ര രൂപ വേണം? പശുക്കൾ കൂടുതലാണെങ്കിൽ തുക കൂടുമെങ്കിലും ലക്ഷക്കണക്കിന് രൂപയാകുമോ? എന്നാൽ പിണറായി വിജയന്റെ കാലിത്തൊഴുത്ത് സ്വർണം കൊണ്ട് നിർമ്മിക്കുന്നതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. പിണറായിയുടെ കാലിത്തൊഴുത്തിനായി മാത്രം വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ ചെലവഴിക്കുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ 42.5 ലക്ഷം രൂപയ്ക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ചത് വലിയ വിവാദമായതാണ്. കാലിത്തൊഴുത്ത് മാത്രമല്ല, ചാണകക്കുഴി ക്ലിഫ് ഹൗസിൽ നിർമ്മിച്ചതിനും 4.5 ലക്ഷം രൂപ ആയിരുന്നു. എന്നാൽ കാലിത്തൊഴുത്തിനും ചാണകക്കുഴിക്കും വേണ്ടി ലക്ഷങ്ങൾ വാരിയെറിയുന്ന പിണറായി സർക്കാർ പാവപ്പെട്ട കർഷകർക്ക് നൽകുന്ന തുക എത്രയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ. വയനാട് ദുരന്തത്തിൽ 111 കർഷകർക്കാണ് കാലിത്തൊഴുത്ത് നഷ്ടപ്പെട്ടത്. SDRF നോംസ് പ്രകാരം കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ ഒരു കർഷകൻ അനുവദിക്കുന്നത് 3000 രൂപ മാത്രമാണ്. അതുപ്രകാരം കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ 111 കർഷകർക്ക് കാലിത്തൊഴുത്തിനായി തയ്യാറാക്കിയ വെറും എസ്റ്റിമേറ്റ് തുക വെറും 3.33 ലക്ഷം മാത്രമാണ്. അതായത് കർഷകരുടെ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് 3000 രൂപയും മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയും. അതേസമയം വയനാട് ദുരന്തത്തിൽ 1550 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 20.21 കോടി രൂപയാണ് വീടിന്റെ എസ്റ്റിമേറ്റ്. ഭാഗികമായി തകർന്ന 452 വീടുകൾ മാത്രമാണ്. എസ്റ്റിമേറ്റ് തുക 29.38 ലക്ഷം മാത്രം. കൂടാതെ ദുരന്തത്തിൽ തകർന്ന 35 കുടിലുകൾക്കായി തീരുമാനിച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് തുക 2.8 ലക്ഷം മാത്രം. ഏതായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന ധൂർത്തിന്റെ ആഴം എന്താണെന്ന് ഈ കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചറിയാവുന്നതാണ്. ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും തന്റെയും മക്കളുടെയും ബാങ്ക് ബാലൻസ് കൂടുകയും തന്റെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും സുഖ സൗകര്യവും ലക്ഷ്യമിട്ട് തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തം.